നമ്മുടെ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വെറും 10 മിനിറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ഈസി ടാക്സ് കാൽക്കുലേറ്റർ. അൽ റഹ്മാൻ സാറ് ചെയ്തിരിക്കുന്ന ഈ ഒരു പ്രോഗ്രാം വളരെ ബേസിക്കായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എങ്കിലും ചില ടീച്ചേഴ്സിന് മാത്രം ചില സംശയങ്ങളുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. സോ ദാറ്റ് നിങ്ങൾക്കൊരു 10 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റിനെ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടാക്സ് സ്വന്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വളരെ ബേസിക്കായിട്ടുള്ള ഈ സോഫ്റ്റ്വെയർ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഇല്ലാതെ ഇത് ക്ലിയറായിട്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, വെറും 7 പേജസ് നമ്മൾ ഡേറ്റ എൻട്രി ചെയ്യുമ്പോഴാണ് നമുക്ക് എല്ലാ ടാക്സ് കാൽക്കുലേഷനും വളരെ ക്ലിയറായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നത്. ജസ്റ്റ് എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, നമസ്കാരം. ഇപ്പം നമ്മൾ ഈ വർഷത്തെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് HSS ലൈവിൽ പോയി നമുക്ക് അൽ റഹ്മാൻ സാറിൻ്റെ ഈ സോഫ്റ്റ്വെയർ കിട്ടും. ഈസി ടാക്സ് ഇൻകം ടാക്സ് സോഫ്റ്റ്വെയർ 2023 എന്നുള്ളതാണ് എൻ്റെ പേര്. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ 3 ഫയലാണ് കിട്ടുന്നത്. ഇവിടെ നമ്മൾ ഡൗൺലോഡ് കൊടുക്കുക. ഞാൻ ക്രോം അല്ല യൂസ് ചെയ്യുന്നത്, ഫയർഫോക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ക്രോം യൂസ് ചെയ്തപ്പോൾ എനിക്കിത് നേരത്തെ ഡൗൺലോഡ് ആയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫയർഫോക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ എന്തുകൊണ്ട് ഈ ടാക്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ പുറത്ത് കൊടുത്താണ് ചെയ്തത്. അപ്പോൾ അവിടെ കൊടുത്ത് ചെയ്തപ്പോൾ എനിക്ക് 17,000 രൂപ തിരിച്ച് കിട്ടും എന്ന് അവർ പറഞ്ഞിരുന്നു. അപ്പോൾ അത്രയും രൂപ എനിക്ക് കിട്ടില്ലല്ലോ എന്ന് കരുതി ഞാൻ ഒന്ന് റീകാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് 5,000 രൂപയെ തിരിച്ച് കിട്ടുകയുള്ളൂ. അപ്പം വലിയൊരു മിസ്റ്റേക്കാണ് പ്രൊഫഷണലായിട്ട് ടാക്സ് ചെയ്യുന്ന ആൾക്കാർ വരെ വരുത്തിയത്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തപ്പോൾ വളരെ സിമ്പിളായിട്ട് എനിക്കത് ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ അത് നിങ്ങളിലേക്കും കൂടെ എത്തിക്കുക എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ടായിരുന്നു, അതൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ നമുക്ക് ഫയൽ ഡൗൺലോഡായി, ഫോൾഡർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്കിത് കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ എളുപ്പത്തിന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇത് കട്ട് ചെയ്ത് ഞാൻ ഡെസ്ക്ടോപ്പിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ഞാനിത് ഡെസ്ക്ടോപ്പിലേക്ക് കൊണ്ടുവന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് എക്സ്ട്രാക്റ്റ് ഹിയർ കൊടുക്കുകയാണ്. ഇത് വിൻസിപ്പ് ഫയലായിട്ടാണ് വരുന്നത്. അപ്പം നമുക്ക് 3 സോഫ്റ്റ്വെയറുകൾ കിട്ടും, 3 പ്രോഗ്രാംസാണ് കിട്ടുന്നത്. നിങ്ങളുടെ കമ്പ്യൂട്ടർ അനുസരിച്ച് 32 ബൈറ്റ് അല്ലെങ്കിൽ 64 എന്നുള്ളതിൽ നമുക്ക് നോക്കാം. മിക്കവാറും നിങ്ങളുടെ 2007 മുമ്പുള്ളതാണെങ്കിൽ 32 ബൈറ്റ് ആയിരിക്കും. 2007 ശേഷം ഇൻസ്റ്റാൾ ചെയ്ത പ്രോഗ്രാംസ് ആണെങ്കിൽ നിങ്ങൾക്ക് 64 ബൈറ്റ് ആയിരിക്കും. പിന്നെ ഈ തേർഡ് വൺ ഇത് സേവ് ആസ് PDF ആണ്. നിങ്ങളുടെ സിസ്റ്റത്തിൽ ഓൾറെഡി കാണും, ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. ഇനി അങ്ങനെ ലാസ്റ്റ് ഒരു PDF ഫയലായിട്ട് ഇത് സേവ് ആയില്ല എങ്കിൽ മാത്രം നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഇപ്പോൾ തൽക്കാലം നമുക്ക് 64 ബിറ്റിലേക്ക് പോകാം. ഇതാണ് സോഫ്റ്റ്വെയർ. പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഓഫീസ് സെറ്റിങ്സിൽ കയറി നമുക്ക് നമ്മുടെ പേരും നെയിം ഓഫ് ഓഫീസൊക്കെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, അത് സേവ് ചെയ്തു. അതിനുശേഷം ക്ലോസ് ചെയ്യുക. ഇനി ഇവിടെയാണ് നമ്മുടെ ഡേറ്റ കൊടുക്കുന്നത്, നമ്മുടെ എംപ്ലോയി ഡീറ്റെയിൽസൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പെൻ നമ്പർ കൊടുക്കണം. ഞാനൊരു ഡെമോ പാൻ നമ്പർ കൊടുത്തു. നമുക്ക് ഒരു പേര് കൊടുക്കാം. ജസ്റ്റ് ഞാൻ പേര് കൊടുക്കുന്നില്ല. ഡെസിഗ്നേഷൻ നമുക്ക് HSA അല്ലെങ്കിൽ HST എന്ന് കൊടുക്കാം. ഫാദേഴ്സ് നെയിം അവിടെ നമുക്ക് ജസ്റ്റ് ബ്ലാങ്ക് വിട്ടേക്കാം. ഇപ്പോൾ ജസ്റ്റ് ഡെമോയ്ക്ക് വേണ്ടിയിട്ട്. അതേഴ്സ് ഇവിടെ നമ്മുടെ ഒരു പ്രായത്തിനെ കാണിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് അതേഴ്സ് തന്നെ മതിയാവും. ആഡ് കൊടുക്കുക. സോ നമ്മുടെ എംപ്ലോയി ആഡ് ചെയ്തിപ്പെട്ടു. ക്ലോസ് ചെയ്യുക. ഇവിടെ നമുക്ക് ആ പെൻ നമ്പർ കൊടുക്കുമ്പോൾ നമുക്ക് ആ പേരും ഇതൊക്കെ വരും. ഇനി നമുക്ക് ഡേറ്റ എൻട്രി ചെയ്യാം. ഡേറ്റ എൻട്രി എന്ന് പറയുമ്പോൾ വെറും 7 പേജസേ ഉള്ളൂ. ഇത് 1ാമത്തെ പേജ്, ഇത് 2ാമത്തെ പേജ്. ഇതിലൊക്കെ ഒരു കോളം മാത്രം ഫില്ല് ചെയ്താൽ മതിയാവും. 3ാമത്തെ പേജ് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ല് ചെയ്ത്, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ല് ചെയ്യും. 4ാമത്തെ പേജ്, 5, 6, 7ാമത്തെ പേജ്. ഇത്രയും കൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ടാക്സിൻ്റെ കാര്യങ്ങളും കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് അത് എങ്ങനെ വേണമെന്ന്, നമുക്ക് എങ്ങനെയാണത് ഫില്ല് ചെയ്യേണ്ടതെന്ന് നമുക്ക് ജസ്റ്റ് ഒരു ഡെമോ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സോ ദാറ്റ് ഇവിടെ മാർച്ച് തുടങ്ങുകയാണ്. നമുക്ക് ബേസിക് സാലറി തൊട്ടാണ് ഇതിൽ എൻട്രി വരുന്നത്. അപ്പോൾ നമ്മൾ ബേസിക് സാലറി ഇവിടെ കൊടുക്കുകയാണ്. നമുക്കൊരു ജസ്റ്റ് ഒരു ബേസിക് സാലറി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ താഴോട്ട് നമ്മൾ കോപ്പി ചെയ്യാൻ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്താൽ താഴോട്ടങ്ങ് വന്നോളും. ഇനി നമുക്കിപ്പോൾ സെപ്റ്റംബറിലാണ് ഇൻക്രിമെൻറ്റ് വരുന്നതെങ്കിൽ നമ്മൾ അവിടെ നിന്ന് അത് മാറ്റിയിട്ട് ഇൻക്രിമെൻറ്റ് കൊടുത്തു കഴിഞ്ഞു. താഴോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ മൊത്തം അത് ഫില്ലാവും. ഇതുപോലെ തന്നെ DA നമുക്കൊരു ജസ്റ്റ് ഡെമോ DA കൊടുക്കാം. താഴോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യും. സെപ്റ്റംബറിൽ ഇൻക്രിമെൻറ്റ് വരുമ്പോൾ അത് മാറുന്നതുകൊണ്ട് ഇങ്ങനെ ഇവിടെ പിന്നെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴോട്ട് ഡേറ്റ മാറി വന്നോളൂ. ഇനി HRA ഇതും ഇങ്ങനെ താഴോട്ട് ക്ലിക്ക് ചെയ്താൽ മതിയാവും. സെപ്റ്റംബർ ആകുമ്പോൾ മാറ്റം വരുന്നുണ്ട്.
ഓക്കെ, ഡൗട്ടായി. സി സി ഒന്നും നമുക്കില്ല, അത് ഉള്ളവരത് ഇടുക. പി എഫിൽ എത്ര എമൗണ്ട് കൊടുക്കുന്നു എന്നുള്ളത് വെറുതെ ജസ്റ്റ് നമുക്കൊന്ന് കൊടുക്കാം. താഴോട്ട് കൊടുത്താൽ ആയിക്കോളും. SLI എത്ര കൊടുക്കുന്നു, താഴോട്ട് ഫില്ലാക്കാം. GIS, ഓക്കെ. LIC നമ്മൾ സ്കൂളിൽ നിന്നാണ് പഠിക്കുന്നതെങ്കിൽ ഇവിടെ കൊടുക്കുക. NPS ഇവിടെ കൊടുക്കുക. ദെൻ മെഡീസിപ്പ് നമുക്ക് തുടങ്ങിയത് ജൂൺ മാസത്തിലാണ്. അപ്പോൾ ജൂൺ മാസം തൊട്ട് നമുക്ക് 500 എന്നിവിടെ കൊടുക്കാം. താഴോട്ട് ക്ലിക്ക് ചെയ്യുക, മൊത്തം കോപ്പി. ഫസ്റ്റ് പേജ് ക്ലിയറായി. ഇത് വളരെ സിമ്പിളാണ്. നിങ്ങളുടെ ആനുവൽ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ഇതെല്ലാം ഉണ്ടാവും. സെക്കൻഡ് പേജിൽ നമുക്ക് അരിയർ ഉള്ളവർക്ക് അത് കൊടുക്കാം, ആൻഡ് സറണ്ടർ ഉള്ളവർക്ക് അത്, മേഴ്സ് ടു PF ഒക്കെ ആണെങ്കിൽ അത് കാണിക്കാം. നമുക്കിവിടെ പ്രധാനമായിട്ട് എല്ലാവർക്കും വരുന്നത് ഫെസ്റ്റിവൽ അലവൻസ് ആണ്, 2750. ഇത്രയേ ഉള്ളൂ ഈ പേജിൽ. ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ ഇല്ല. നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ നമ്മൾ ഹൗസ് എന്തെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിലുള്ളത് അതിൻ്റെ ഇൻട്രസ്റ്റാണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത്, ഇൻട്രസ്റ്റ്. അപ്പോൾ അത് രണ്ടായിട്ട് തന്നെയായിരിക്കും കിട്ടുന്നത്. രണ്ടായിട്ടെന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റും അങ്ങനെ രണ്ടായിട്ട് തന്നെ കിട്ടും. ഇവിടെ എൻട്രി ചെയ്യേണ്ടത് ഇൻട്രസ്റ്റാണ്. ഞാൻ ജസ്റ്റ് ഇത്രയും കൊടുത്തു. അപ്പോൾ തന്നെ അത് ഇൻട്രസ്റ്റ് അവിടെ മൈനസായി വന്നിട്ടുണ്ട്. നമുക്ക് ഇൻകം പ്രൊഫഷൻ വന്നിട്ട് ഇൻകമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ, പിന്നെ ക്യാപിറ്റൽ ഗെയിൻസ് അങ്ങനെയുണ്ടെങ്കിൽ, സേവിങ്സ് ബാങ്കിൽ 10,000 മേളിലാണെങ്കിൽ അത് കൊടുക്കുക. ഇൻട്രസ്റ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്താൽ മതി. നെക്സ്റ്റ് നമ്മുടെ മെഡിക്ലെയിം ഇതിവിടെ വന്നിട്ടുണ്ട്, മെഡിസെപ്പിൻ്റെത്. ഇവിടെയാണ് മെഡിക്ലെയിം, ഹെൽത്ത്, സ്റ്റാർ ഇൻഷുറൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ആണ് നമ്മൾ കൊടുക്കേണ്ടുന്നത്, ഈ ഭാഗത്ത്. ഓക്കെ, അത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഒരു ടിക്ക് മാർക്ക് ഉണ്ട്. ഇത് നമുക്ക് ഇവിടെ നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് ഏതാണ് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആണ് അത് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് പേജ്. അപ്പോൾ ഇവിടെയാണ് പ്രൊഫഷണൽ ടാക്സ് കൊടുക്കേണ്ടത്. 2500 രൂപയാണ് നമുക്ക് ഇത്തവണ പ്രൊഫഷണൽ ടാക്സ്. ഇനി റിക്കവറീസ് ലൈക്ക് ഡയസ്നോൺ. ഇപ്പോൾ ഡയസ്നോൺ എടുത്തിട്ടുള്ള ആളാണെങ്കിൽ അതിവിടെ എത്ര തുകയാണ് നമുക്ക് ഡയസ്നോണായിട്ട് വന്നത് എന്നുള്ളത് അത് കൊടുക്കാം. ദെൻ ഹൗസിംഗ് ലോണിൻ്റെ പ്രിൻസിപ്പൾ കൊടുക്കേണ്ടത്, നമ്മൾ നേരത്തെ ഇൻട്രസ്റ്റാണ് കൊടുത്തത്, പ്രിൻസിപ്പൾ കൊടുക്കേണ്ടത് ഇവിടെയാണ്. ഓക്കെ, LIC മറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം. മറ്റ് മ്യൂച്വൽ ഫണ്ടോ അങ്ങനെയുള്ള ഡെപ്പോസിറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ട്യൂഷൻ ഫീസ് കുട്ടികളുടേതുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ. GPAIS 500 റുപ്പീസാണ്. ഇത്തവണ നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റിൽ കാണും, അത് കൊടുക്കുക. ദെൻ താഴോട്ട് നോക്കിക്കോളൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. നമുക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും മാനസികമായ ശാരീരികമായിട്ടുള്ള ഒരു ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് 75,000 വരെ ഇവിടെ ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ മറ്റ് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിലോ മറ്റ് ലോണോ അങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കുക. ഇത് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ CMDRFൽ ചീഫ് മിനിസ്റ്റർ റിലീഫ് ഫണ്ടിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിവിടെ എഴുതാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നു. ഇത് അരിയർ റിലീഫിൻ്റെയാണ്. അതിപ്പോൾ നമുക്ക് ആവശ്യം വരുന്നില്ല എല്ലാവർക്കും, ഭൂരിപക്ഷം. ദെൻ നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നമ്മൾ ഈ വർഷം പേ ചെയ്ത ടാക്സിൻ്റെ എമൗണ്ടാണ്, മാസാമാസം നമ്മളിൽ നിന്ന് പിടിച്ച ടാക്സിൻ്റെ എമൗണ്ടാണ്. ജസ്റ്റ് ഒരു എമൗണ്ട് കൊടുക്കുന്നു, ഫിൽ ബട്ടൺ കൊടുത്ത് താഴോട്ട് ആക്കുന്നു. ദെൻ നെക്സ്റ്റ് പേജിൽ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇതെല്ലാം വന്നു കഴിഞ്ഞു. നമ്മുടെ സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് വന്നു, SLI വന്നു, GIS വന്നു, PFൻ്റെ ഇത് കോൺട്രിബ്യൂഷൻ വന്നിട്ടുണ്ട്, ഹൗസിംഗ് ലോൺ റീപേയ്മെൻറ്റിൻ്റെ വന്നു, GPIS വന്നു, എല്ലാം വന്നിട്ടുണ്ട്. ഇത് പഴയ ലോൺ എടുക്കുന്ന, ഹൗസ് ലോൺ എടുത്തിട്ടുള്ള 2002 മുമ്പൊക്കെ എടുത്തിട്ടുള്ളതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. മെഡിക്ലെയിം പോളിസികളുണ്ടെങ്കിൽ ഇവിടെ വരും, ഇതിൻ്റെ തുക കൂട്ടി ഇവിടെ വരും. അതായത് ഹെൽത്തിൻ്റെ സ്റ്റാർ ഹെൽത്ത് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്തിട്ട് ഒരുമിച്ചുള്ള എമൗണ്ടാണ് വരുന്നത്. ഫിനിഷ് എന്ന് ഞെക്കുമ്പോൾ സംഭവം കഴിഞ്ഞു. ഇനി നമുക്ക് ഓക്കെ ബട്ടൺ കൊടുക്കാം. ഇനി നമുക്ക് 2 PDF സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം, ഓൾഡ് റെജീമിൻ്റെയും ന്യൂ റെജീമിൻ്റെയും. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് ജനറേറ്റ് ആയിക്കോളും. നിങ്ങൾക്കിത് 2 ഫയലായിട്ട് സേവ് ചെയ്യാം. ഓൾഡ് റെജീമും ചെയ്യാം, ന്യൂ റെജീമും ചെയ്യാം. ഇത് 2 മൈ ഡോക്യുമെൻറ്റ്സിലാണ് പോയി കിടക്കുക ഡിഫോൾട്ടായിട്ട്. ഓക്കെ, ഓൾഡ് റെജീമിൽ നമ്മൾ ചെയ്ത രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഫിഗേഴ്സ് വെച്ചിട്ട് 7955 ഇങ്ങോട്ട് കിട്ടും. ആ സമയം ന്യൂ റെജീമിലാണെങ്കിൽ 1681 അങ്ങോട്ട് അടയ്ക്കണം. അപ്പോൾ നിങ്ങൾ പുറത്തു കൊടുത്ത് ചെയ്തതാണെങ്കിലും ഈ സോഫ്റ്റ്വെയർ വെച്ചിട്ട് ഒന്നുകൂടെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടും, ചെയ്തത് കറക്റ്റാണോ എന്ന് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്കിത് പഠിക്കുകയും ചെയ്യാം. കാരണം ഇത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടതാണ്. ക്ലറിക്കൽ വർക്കൊക്കെ നമ്മൾ കുറച്ച് ബാക്കാണ് ടീച്ചേഴ്സ്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞാനിത് എല്ലാവർക്കും ഷെയർ ചെയ്തത്, ഇങ്ങനൊരു അറിവ്.
ഇത് ചെയ്തു തന്ന ഈ സോഫ്റ്റ്വെയർ ചെയ്ത അൽ റഹ്മാൻ സാറിനെയും അതുപോലെ തന്നെ കുറച്ച് സംശയങ്ങളുണ്ടായിരുന്ന ക്ലിയർ ചെയ്ത് തന്ന PKSലെ സന്തോഷ് സാറിനെയും സ്നേഹത്തോട് ഓർത്തുകൊണ്ട് ഞാനിവിടെ ഈ വീഡിയോ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.